ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ പാലക്കാട് ഫോർട്ടിലോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. പാലക്കാട് ഫോർട്ട് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് പാലക്കാടത്തേക്ക്. അപ്പോൾ ചെന്ന് കയറിയ പാടെ കാണുന്നത് വലത് സൈഡിൽ ബൈക്ക് പാർക്കിങ്ങും ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിങ്ങുമാണ്. കാർ പാർക്കിങ്ങിന് വന്നിട്ട് 30 രൂപയും ബൈക്ക് പാർക്കിങ്ങിന് വന്നിട്ട് 15 രൂപയുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്കും വലത്ത് സൈഡിലായിട്ട് കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത് ആ സ്നാക്സ് വിൽക്കുന്ന കടയുടെ സൈഡിൽ കൂടെ തന്നെ ആയിട്ടാണ് പാർക്കിലോട്ട് പോകാനുള്ള വഴി. അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കയറിയിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 25 രൂപ വെച്ച് 2 ടിക്കറ്റ് ഉണ്ട്, 50 രൂപ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തുള്ള കാഴ്ചകളാണ്. അപ്പം ഇനി ഫോർട്ടിൻ്റെ അകത്തോട്ട് പോകാൻ പോവുകയാണ്. പോവാം. അപ്പം ഇന്ന് പൊതുവേ നല്ല ചൂടാണ്. പാലക്കാട് പൊതുവേ നല്ല വെയിലാണ്. ഇന്നത്തെ സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 34 ഡിഗ്രിയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഇതിനേക്കാളും കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തായാലും കുറച്ച് തണലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തള്ളയെ കൊണ്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇവിടെ കയറിയപ്പോൾ നല്ലൊരു അമ്പലത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലേ. ഇത് വന്നിട്ട് മൈസൂർ രാജാവ് 1766 പണിത കോട്ടയാണിത്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണിത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അകത്തോട്ട് കയറിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഞാൻ നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് ഇങ്ങനെ വന്ന് കയറുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയാൽ ഒരു ബാഹുബലിയിൽ സെറ്റിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. അകത്തോട്ട് കയറി നേരെ കാണുമ്പോൾ ഗാർഡനും അങ്ങനത്തെ കാഴ്ചകളാണ്. കുറേ മാവുകൾ അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ അകത്തോട്ട് കയറുമ്പോഴാണ് കോട്ട. പണ്ട് ബ്രിട്ടീഷുകാരെയൊക്കെ വന്ന സമയത്ത് ഇവർ ഒളിച്ചിരുന്നതും യുദ്ധം നടത്തിയതൊക്കെ ആ ഭാഗത്തോട്ടാണ്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് കയറിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനിയാണ് നമ്മൾ കോട്ടയ്ക്കകത്തോട്ട് കയറിയിരിക്കുന്നത്. കോട്ടയ്ക്കകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം.
വെയിലൊരു രക്ഷയില്ല. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ, 34 ഡിഗ്രി സെൽഷ്യസാണ് വെയിൽ. പാലക്കാട് ഭയങ്കര ചൂടാണേ. പക്ഷെ നല്ല കാറ്റുണ്ട്, കാറ്റുള്ളതുകൊണ്ട് അധികം വെയിൽ അറിയുന്നില്ല. ഹലോ ഗൈസ്, അപ്പം ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് AD 1766 ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് 2-3 പ്രാവശ്യമായിട്ട്. 1757 മുതൽ മൈസൂർ സുൽത്താൻമാരുടെയും ബ്രിട്ടീഷുകാരുടെയും കൈകളിലായിരുന്നു ഈ കോട്ട. അതിനുശേഷം വന്നിട്ട് 1783 ഈ കോട്ട കേണൽ ഷുഡ് ഇത് തിരിച്ച് അവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ഒളിപ്പോരുകളും യുദ്ധങ്ങളും ഒക്കെ എല്ലാം ശേഷം വീണ്ടും ഹൈദരാലി ഈ കോട്ട തിരിച്ച് പിടിച്ചെടുക്കപ്പെടുക എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 11 ദിവസത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം കേണൽ ഷുഡ് ഇത് വീണ്ടും അവരെ കയ്യിൽ നിന്നും തിരിച്ച് പിടിച്ചെടുക്കപ്പെട്ടു. അതിന് ശേഷമാണ് 1900 AD 1900 ഈ കോട്ടയിൽ താലൂക്ക് ഓഫീസായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് അവർ ഒളിപ്പോരുകളും യുദ്ധങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു റൗണ്ട് മാത്രമല്ല ഈ കോട്ടയ്ക്കുള്ളിൽ, അപ്പോൾ ഒരുപാട് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അവർക്ക് യുദ്ധങ്ങൾ നടത്താൻ വേണ്ടി, ഒളിപ്പോരിനായിട്ടും എല്ലാം. അപ്പോൾ വന്നിട്ട് ഞാൻ അതെല്ലാം തന്നെ കാണിക്കുന്നില്ല. അതിന് നമുക്ക് ഒരെണ്ണം കൂടെ അതുപോലെ ഇപ്പോൾ കാണിച്ചതുപോലെ ഒരെണ്ണം കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൂടെ കാണാം നമുക്ക്.